ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഇഡ്ലിപ്പൊടിയാണ്. നമ്മൾ ഇഡ്ലിപ്പൊടി തന്നെ പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് നമ്മൾ കൊപ്ര വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഇഡ്ലിപ്പൊടിയാണ്. അപ്പോൾ കുറേ ദിവസം കേടാവാതെ ഇരിക്കും. ഇഡ്ലിക്ക് മാത്രമല്ല ദോശയുടെ ഒപ്പം ഒക്കെ കഴിക്കാം. കൊപ്രയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് യൂസ് ചെയ്തിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നതും ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. കൊപ്ര ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അതായത് ഡ്രൈ ആയിട്ടുള്ള കോക്കനട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇഡ്ലിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം കുറേ ദിവസം കേടുകൂടാതിരിക്കണ്ടേ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കൊപ്ര ഇഡ്ലിപ്പൊടി ഇങ്ങനെ ഉണ്ടാക്കുന്നതേ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കൊപ്ര വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഇഡ്ലിപ്പൊടിയാണ്. കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഒരു ഇഡ്ലിപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ചീനച്ചട്ടിയിലോട്ട് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള്, ഇത്രയും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എണ്ണയൊന്നും ഇല്ലാതെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് ഒരു 5-6 മിനിറ്റ്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് അല്ലെങ്കിൽ കൊപ്ര ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏതാണോ കൊപ്ര ആണോ ഇരിക്കുന്നതെങ്കിൽ ചെറിയ ചെറിയ പീസസ് ആയിട്ട് എടുക്കുക. എനിക്കിപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയിട്ട് തന്നെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് ഡ്രൈ റോസ്റ്റ് ആവട്ടെ, ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ നിറം വരട്ടെ. അതിന് ശേഷം ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ടും അതേമാതിരി വറ്റൽമുളകും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 വറ്റൽമുളകും ഞാനിപ്പോൾ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാദ്യം ഒന്ന് റെഡി ആവട്ടെ. ഏകദേശം മുക്കാലോളം ആയിക്കഴിഞ്ഞാൽ നമുക്ക് വറ്റൽമുളകും തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ എന്താ അറിയോ, ഡെസിക്കേറ്റഡ് കോക്കനട്ട് കുറച്ച് പൊടിയല്ലേ, അപ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇതൊന്ന് കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഇതിലോട്ട് ഒരു 5 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 5-6 എരിവനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് വറ്റൽമുളകും കൂടെ ഒന്ന് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറാവണം. അപ്പോൾ അതുവരെ ഞാനിനി മിക്സ് ചെയ്യാൻ പോവുകയാണ്. എല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എല്ലാം ഒന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. കണ്ടോതാ, വറ്റൽമുളകും നല്ല ക്രിസ്പായി. അപ്പോൾ ഞാനിനി തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വേണമെങ്കിൽ വേഗം വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാൻ വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ ഇതിൽ തന്നെ ഈ ചൂടിൽ തന്നെ ആയിക്കോട്ടെ വിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചൂടാറിയ ശേഷം ഞാൻ മിക്സിയിലിട്ടിട്ട് പൊടിക്കാൻ പോവാണ്. അപ്പോൾ മിക്സിയിലിട്ടിട്ട് പൊടിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് പുളിയും കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് ചൂടാറിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ വറുത്ത് വെച്ചതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ കല്ലുപ്പാണ് ആഡ് ചെയ്യുന്നത്. അപ്പം പൊടിയുപ്പാണെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് പുളിയാണ്. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, അത്രയും ആഡ് ചെയ്താൽ മതി. അപ്പോൾ കുരുവെല്ലാം ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് ആഡ് ചെയ്താൽ, കുരു ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം കേട്ടോ. ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണത്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് മിക്സിയിലിട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ പൊടിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ലിപ്പൊടി റെഡിയായി. ഇതെല്ലാം ഒന്ന് പൊടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തു. ഇതിലോട്ട് ഞാൻ കായത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ വരണ മാതിരി കായത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഓൾറെഡി പൊടിഞ്ഞ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പൊടിച്ചിട്ട്
ഒന്നുകൂടെ ഒന്ന് പൾസിലിട്ടിട്ട് എടുക്കട്ടെ. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ പൊടിച്ചത് ഒന്നുകൂടെ ഒന്ന് ചീനച്ചട്ടിയിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ എന്തെങ്കിലും ഈർപ്പമുണ്ടെങ്കിൽ, കാരണം നമ്മൾ പുളി കല്ലുപ്പൊക്കെ ഇട്ട് അരച്ചതല്ലേ, അപ്പോൾ ഇനി എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഈർപ്പമുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. പിന്നെ പൊടിക്കുന്ന സമയത്ത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, മിക്സിയിൽ വെള്ളമൊന്നും പാടില്ല, ഒട്ടും ഈർപ്പം പാടില്ല. അപ്പം ഞാൻ ചീനച്ചട്ടിയിലേക്ക് ആഡ് ചെയ്തു. ഇനി ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ നമ്മുടെ കൊപ്ര കൊണ്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇഡ്ലിപ്പൊടി റെഡിയായി. ഇത്രയേ ഉള്ളൂ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചെറിയൊരു പുളിയും ആ ഒരു കടലപ്പരിപ്പിൻ്റെയും ഉഴുന്നിൻ്റെയൊക്കെ ടേസ്റ്റും വരും. എരിവ് പോരെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇഡ്ലിയുടെ ഒപ്പമോ ദോശയുടെ ഒപ്പമോ ഒക്കെ കഴിക്കാം. വേണമെങ്കിൽ ചോറിനൊപ്പം തന്നെ കഴിക്കാം, കുഴപ്പമില്ല. അപ്പം ഞാൻ തീ ഓഫ് ചെയ്യാൻ പോകണം. ഒരു 5 മിനിറ്റ് ചൂടാക്കിയിട്ടുണ്ട്, ഒന്ന് ചൂടായിട്ടുണ്ട്. ആ ഒരു എക്സ്ട്രാ ഈർപ്പമെല്ലാം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇനി ചൂടാറിയിട്ട് ഒരു കുപ്പിയിലാക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഡ്ലിപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.